ഡിയേഴ്സ്, പെയർ ഓഫ് ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമ്മളോട് 5 മാർക്കിന് ചോദിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ ഫസ്റ്റ് മുതൽ അവസാനം വരെ കാണുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് തുടങ്ങാം. ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/3 കിട്ടി. നമ്മൾ ഭിന്നസംഖ്യ അഥവാ നമ്മുടെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഏതാണെന്ന് എടുക്കുക, x/y. അതിന്റെ അംശം ഏതാണെന്നും ഛേദം ഏതാണെന്നും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമുക്ക് അറിയില്ല. അറിയാത്തത് എക്സും വൈയും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് x+1/y. എന്തുകൊണ്ടാണ് x+1? ന്യൂമറേറ്ററിനോട് 1 കൂട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? അപ്പൊ നമുക്ക് കിട്ടിയതാണ് 1/3. ശരിയല്ലേ? അംശത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/3 കിട്ടി. ക്രോസ് ആയിട്ട് ഗുണിച്ചോ. 3 × x+1 is equal to 1 × y. നോക്കിക്കോ, 1 × y. 3 × x 3x, 3 × 1 3, that is equal to y. ക്രോസ് ആയിട്ട് ഒന്നുമില്ല, y എപ്പോഴത്തെ കൊണ്ടുവരാം. 3x അടുത്ത് y വരുമ്പോൾ 3x - y, that is equal to +3 അങ്ങോട്ട് പോകുമ്പോൾ -3. that is the first equation. അതാണ് നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി ഡിനോമിനേറ്ററിനോട് എൻ്റെ മക്കൾ 1 ആഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന എത്രയാണ്? 1/4. ചോദ്യത്തിൽ പറയുന്നുണ്ട് ഡിനോമിനേറ്ററിനോട് 1 കൂട്ടിയാൽ 1 to ഡിനോമിനേറ്റർ നമുക്ക് എന്ത് കിട്ടും? 1/4. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോ. 4x is equal to y+1. y+1നെ 1 കൊണ്ട് ഗുണിച്ചാൽ y+1. y ഇങ്ങോട്ട് വന്നാൽ 4x - y is equal to 1. ഇതാണ് എൻ്റെ സെക്കൻഡ് ഇക്വേഷൻ. 2 ഇക്വേഷൻസ് കിട്ടി. സോൾവ് ചെയ്തോ. 4x - y is equal to എത്രയാണ്? 1 ആണ്. അതേപോലെ 3x - y is equal to, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. 3x - y is equal to -3. ഈ 2 ഇക്വേഷൻ നോക്കിയാൽ വൈൻ്റെ എണ്ണവും ചിഹ്നവും സെയിം ആണ് അല്ലേ? വൈൻ്റെ എണ്ണവും ചിഹ്നവും സെയിം ആണ്. ഇത് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ നേരെ തമ്മിൽ അങ്ങോട്ട് കുറച്ചോ. സെക്കൻഡ് ഇക്വേഷന് ഫസ്റ്റ് ഇക്വേഷൻ കുറയ്ക്കുക ചെയ്യേണ്ടത്. 4x എന്ന് 3x കുറച്ചാൽ x, 4x എന്ന് 3x കുറച്ചാൽ x, 1 മൈനസ് ഇവിടെ ആരാ കുറയ്ക്കേണ്ടത്? -3. 1 - -3, അതായത് x is equal to 4. 1 + 3 4. x 4 ആണെങ്കിൽ എൻ്റെ മക്കളെ 4x - y എന്ന് പറയുന്നത് 1 ആണ് അല്ലേ? സോ 4x എന്ന് പറയുന്നത് 4 × 4 - y is equal to 1. 16ൽ നിന്ന് y കുറച്ചാൽ 1 കിട്ടുമെങ്കിൽ y എത്രയാടാ? 16 ഏത് നമ്പർ കുറച്ചാലാ 1 കിട്ടുക? 15. സോ ദ ആൻസർ ഈസ് 15. y എന്ന് പറയുന്നത് നിങ്ങൾക്ക് 15 ആണെന്ന് വളരെ ഈസി ആയിട്ട് ആൻസറിലേക്ക് വരാം. നമ്മളിതാ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ശ്രദ്ധിച്ചോ. എ വയർ 3.5 meters long is to be cut into 2 pieces with one piece bent into a square and the other into an equilateral triangle. The length of the sides of must be same. How could the wire be cut? ഇത് ചെയ്യാൻ നമുക്ക് പെയർ ഓഫ് ഇക്വേഷൻസ് യൂസ് ചെയ്യാതെ ചെയ്യാം. ഒന്ന് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്, ഓക്കെ. മറ്റേത് സ്ക്വയർ ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെ സൈഡ്സ് സെയിം ആണ്, ഓക്കെ. ലെങ്ത് ഓഫ് ദ സൈഡ്സ് സെയിം ആണ്, വശങ്ങളുടെ നീളം സെയിം ആണ്. അപ്പോൾ ഞാൻ ചെറിയൊരു പരിപാടി കാണിക്കട്ടെ. ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാനുള്ള ട്രിക്കാണ്. ഇത് എല്ലാ സൈഡും എക്സ് എക്സ് എക്സ്, ഇതിൻ്റെ എല്ലാ സൈഡും സെയിം ആണ്, എക്സ് 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 എക്സ്. അപ്പോൾ 3x + 4x is equal to എല്ലാം കൂടെ കൂട്ടി എത്രയാ? 3.5 മീറ്റർ, 3.5 മീറ്റർ, ഓക്കെ. 3.5 മീറ്റർ. അങ്ങനെയാണെങ്കിൽ മക്കൾ ആലോചിച്ച് നോക്ക്. ഇത്രയും വലിയ ക്വസ്റ്റ്യൻ ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പേടിച്ചിട്ട് എന്താക്കും? മിസ്സാക്കി കളയും. പക്ഷേ സിമ്പിളാ. 7x എന്ന് പറയുന്നത് 3.5 ആണെന്ന് കിട്ടും. 7x എന്ന് പറയുന്നത് 3.5 ആണ് എന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ശ്രദ്ധിച്ചോ, 7x 3.5 ആണെങ്കിൽ 4xും 3xും കൂടെ കൂട്ടിയ 7x is equal to 3.5. അപ്പോൾ x എത്രയാ? 3.5 ഡിവൈഡ് ബൈ 7. 35നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 ആണ്. സോ 3.5നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 0.5, ഓക്കെ. അപ്പോൾ വയറിനെ കട്ട് ചെയ്യുന്ന ആദ്യത്തെ പീസിന്റെ നീളം, ലെങ്ത് ഓഫ് ഫസ്റ്റ് പീസ്, ഓക്കെ. ആദ്യത്തെ പീസിന്റെ നീളം എന്ന് പറയുന്നത് that is equal to 3x, that is 3 × 0.5. 3 5 15 ആണ്. പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ് 1.5, ഓക്കെ. ആദ്യത്തെ കഷ്ണത്തിന്റെ നീളം
ആദ്യത്തെ കമ്പിയുടെ നീളം, അല്ലെങ്കിൽ ത്രികോണം ഉണ്ടാക്കാൻ ആവശ്യമായ കമ്പിയുടെ നീളം. അതേപോലെ രണ്ടാമത്തെ ലെങ്ത് ഓഫ് സെക്കൻഡ് പീസ്, 2 പീസാക്കല്ലേ, ലെങ്ത് ഓഫ് സെക്കൻഡ് പീസ്. രണ്ടാമത്തെ പീസ് എന്ന് പറയുന്നത് സ്ക്വയർ ഉണ്ടാക്കാനാണ്. അതിൻ്റെ നീളം 4x എന്ന് എടുക്കുക. 4 × 0.5 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 മീറ്റർ. 1.5 മീറ്റർ. ഓക്കെ, സെറ്റാണല്ലോ, സിമ്പിളായിട്ട് ചെയ്യാം. ഇത് പക്ഷേ 5 മാർക്കിൻ്റെ അല്ല, ഇത് ചിലപ്പോൾ ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഒരാൾ ഇവിടെ ഇത്ര രൂപയാണ്, വലിയ എമൗണ്ടാ അല്ലേ, 10,000 അല്ല 1,00,000 രൂപ 2 പദ്ധതികളിലായി നിക്ഷേപിച്ചു. 7% 6% പലിശ നിരക്ക്. ഒരു വർഷം കഴിഞ്ഞ് 2 പദ്ധതിയിൽ നിന്നുമായി 6,700 രൂപ പലിശ കിട്ടി. ഓരോന്നിലും എത്ര രൂപയാണ് നിക്ഷേപിച്ചത്? ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പാറ്റേൺ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കാൽക്കുലേഷൻ കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആവുന്ന രീതിയിൽ കുറച്ചുകൂടി വലിയ നമ്പേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നു. ഇവിടെ അയാൾ 2 പദ്ധതിയിലായിട്ട് നിക്ഷേപിച്ച എമൗണ്ട് എക്സും വൈയുമാണ്. ഓക്കെ, എക്സും വൈയുമാണ് 2 പദ്ധതികളിലായിട്ട് നിക്ഷേപിച്ച എമൗണ്ട്. എക്സും വൈയുമാണ് 2 പദ്ധതികളിലായി നിക്ഷേപിച്ച തുക. ഓക്കെ, എക്സും വൈയും. എമൗണ്ട് ഡെപ്പോസിറ്റഡ് ഇൻ, ലെറ്റ് എക്സ് ആൻഡ് വൈ ബി ദ എമൗണ്ട് ഡെപ്പോസിറ്റഡ് ഇൻ 2 ഡിഫറെൻറ്റ് സ്കീംസ്. 2 ഡിഫറെൻറ്റ് സ്കീമുകളിലായിട്ട് അയാൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് എക്സും വൈയുമാണ്. ആകെ അയാൾ എത്ര രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്തത്? ആകെ നിങ്ങൾക്കറിയാം, അയാൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് എത്ര രൂപയാണ് മക്കളെ? 1,00,000 രൂപ. 1,00,000. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1,00,000. വലിയ ഇക്വേഷൻ അല്ലേ, ചെറിയ ഇക്വേഷൻ. നോക്കിക്കോ, ഇനി അയാളുടെ ആദ്യത്തെ ഇതെന്ന് പറഞ്ഞാൽ 7% ഒരു വർഷത്തേക്കാണ് അല്ലേ. യെസ്, ഒരു വർഷം കഴിഞ്ഞ്. അപ്പോൾ PNR/100 എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോ, എക്സ് ഒരു വർഷത്തേക്ക് ആദ്യത്തിൽ എത്ര പലിശ കിട്ടുന്നുണ്ട്? 7%. ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു അതിൻ്റെ 7/100 ആയിരിക്കും അതിൻ്റെ പലിശ. ഓക്കെ, 7%. പി എന്ന് പറയുന്നത് എക്സ്, എൻ എന്ന് പറയുന്നത് 1 പിന്നെ 6 അല്ലേ ഉള്ളത്, 6 7/100 പ്ലസ് വൈ, അവിടെ പലിശ 6%, സോ 6/100 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത് മക്കളെ? 6,750 രൂപ. 6,750 രൂപ. അപ്പോൾ നമ്മൾ ചെയ്യുക, എക്സ് ഇൻറ്റു 7x by 100 പ്ലസ് 6 ഇൻറ്റു y ഇൻറ്റു 6 6y 6y/100 ദാറ്റ് ഈസ് ഈക്വൽ ടു 6,750. ഇവിടെയുള്ള ഡിവൈഡ് ബൈ 100 ഒഴിവാക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നോക്കിക്കോ, 7x അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ താഴെയുള്ള 100 പോകും. 6y ഇസ് ഈക്വൽ ടു ഇവിടെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6750, അതിൻ്റെ കൂടെ 2 സീറോസും കൂടെ വരും. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. വൈൻ്റെ എണ്ണം സെയിം ആക്കാൻ ഞാൻ എന്താക്കുന്നു? ഫസ്റ്റ് ഇക്വേഷനെ 6 കൊണ്ട് ഗുണിക്കുന്നു. 6x പ്ലസ് 6y ഇസ് ഈക്വൽ ടു 1,00,000 എന്ന് പറയുന്നത് 6,00,000 ആകും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. നോക്കിക്കോ, ഇവിടെ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1,00,000. ഞാൻ എന്ത് ചെയ്തു? എക്സിൻ്റെ വൈനെയാണ് ഞാൻ പുറത്താക്കാൻ ഉദ്ദേശിക്കുന്നത്. വൈൻ്റെ എണ്ണം സെയിം ആക്കി 6y ആക്കി. അതിന് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 6 × x 6x 6y 6,00,000. ഓക്കെ, സെറ്റാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് ഇതിന് 3 നമ്പർ കൊടുത്താൽ നിങ്ങൾ നോക്കിക്കോ, നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. വൈൻ്റെ മുന്നിലുള്ള ചിഹ്നം സെയിം ആണ്, എണ്ണം സെയിം ആണ്. അപ്പം നിങ്ങൾ ചെയ്യുക, മൂന്നാമത്തെ ഇക്വേഷന് രണ്ടാമത്തെ ഇക്വേഷൻ അങ്ങ് കുറയ്ക്കാം. രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് മൂന്നാമത്തെ ഇക്വേഷൻ കുറയ്ക്കാം. രണ്ടാമത്തെ ഇക്വേഷന് മൂന്നാമത്തെ ഇക്വേഷൻ കുറച്ചാൽ 7x എന്ന് കുറച്ചാൽ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് 6,75,000 6,00,000 കുറച്ചാൽ 75,000.
എക്സ് 75,000 ആണെങ്കിൽ വൈ കാണാൻ ആകെ 1,00,000 രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്തത്. 1,00,000 നിന്ന് 75,000 കുറച്ചാൽ നിങ്ങൾക്ക് കിട്ടും 25,000 ആണ് രണ്ടാമത്തേതിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തേതിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 25,000. ഇനി നിങ്ങളിൽ പലർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു സാധനമാണ് ഏജ് പ്രോബ്ലം. ഏജ് പ്രോബ്ലം എങ്ങനെ ചെയ്യണം അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. 4 വർഷം മുമ്പ് റഹീമിന്റെ പ്രായം റാമുവിന്റെ പ്രായത്തിന്റെ 3 മടങ്ങായിരുന്നു എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, അവിടെ 2 പേരുണ്ട്. ആരൊക്കെയാണ്? റഹീം അതുപോലെ രാമു. ഇപ്പോൾ അവരുടെ വയസ്സ്, ഇപ്പോൾ റഹീമിന് പ്രായം എക്സും രാമുവിന് പ്രായം വൈയുമാണെങ്കിൽ 4 വർഷം മുമ്പത്തെ കാര്യമാണ് ആദ്യം പറയുന്നത്. 4 years ago രാമുവിൻ്റെ പ്രായം y-4, റഹീമിൻ്റെ പ്രായം x-4. ആ കാലത്ത് അവരുടെ പ്രായം തമ്മിലുള്ള ബന്ധം x-4 എന്ന് പറയുന്ന റഹീമിൻ്റെ പ്രായം രാമുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങായിരുന്നു. 3 times. റഹീംസ് ഏജ് വാസ് 3 times the age of രാമു. രാമുവിന്റെ പ്രായത്തിനെ 3 കൊണ്ട് ഗുണിച്ചാലാണ് റഹീമിന്റെ പ്രായം കിട്ടുക. അപ്പൊ x-4 is equal to 3 into y, 3y, 3 into 4, 12 അല്ലേ? ആണ്. എക്സിന്റെ അടുത്തേക്ക് 3y വരുമ്പോ x-3y, -12 ആണ് പിന്നെ ഇവിടെ ഉണ്ടാവുക. -4 കൂടെ ഇങ്ങോട്ട് വരുമ്പോ +4. എന്താ സാറേ സംഭവിച്ചത്, ഒന്നും മനസ്സിലായില്ല എന്ന് പറയണ്ട. ഈ -4 ഇങ്ങോട്ട് വന്നപ്പോൾ പ്ലസ് ആയി. ഈ 3y ഇപ്പുറത്തേക്ക് വന്നപ്പോൾ -3y. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ, സെറ്റ്. ഇനി ശ്രദ്ധിച്ചോ, എല്ലാരും ശ്രദ്ധിച്ചോ. x-3y ദാറ്റ് ഈസ് ഈക്വൽ ടു -12 പ്ലസ് 4. 4 12 കുറക്കി, അല്ലെങ്കിൽ 12 4 കുറക്കി. 12 4 വർഷം എത്രയാ? 8. അതിന് മുന്നിൽ വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. -8. 12 4 വർഷം 8 -8. സെറ്റാണോ? സിമ്പിൾ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. സെറ്റ്. ഇനി ആഫ്റ്റർ 2 years 2 വർഷം കഴിയുമ്പോൾ, ആഫ്റ്റർ 2 years റഹീമിന്റെ പ്രായം എന്താ ഇവിടെ? എക്സ് ഉള്ളത് 2 കൂടി x+2 ആകും. രാമുവിന്റെ പ്രായം y ഉള്ളത് 2 കൂടി y+2 ആകും. ശരിയല്ലേ? അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? റഹീമിന്റെ പ്രായം x+2, രാമുവിന്റെ പ്രായം y+2. ഇതെന്താകുന്ന പറയുന്നത്? ദിസ് വുഡ് ബിക്കം 2 times. ആരെ ഏജ് ആണ് ചെറുത്? റഹീമിന്റെ ഏജ് ആണ് കുറവ്, അല്ല രാമുവിന്റെ ഏജാ കുറവ്. രാമുവിന്റെ ഏജിന്റെ ഇരട്ടി ആയിരിക്കും റഹീമിന്റെ പ്രായം. നോക്കിക്കോ, നേരത്തെ രാമുവിന്റെ ഏജിന്റെ 3 മടങ്ങായിരുന്നു, അതെന്തായി? 2 മടങ്ങായി. ഇത് രാമുവിന്റെ ഏജ് എത്രയാണോ അതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? റഹീമിന്റെ ഏജ് x+2 is equal to 2y plus 2 into 2 4. ശരിയല്ലേ? എക്സിന്റെ അടുത്തേക്ക് 2y വരുമ്പോൾ x-2y that is equal to +4 ഉണ്ട്. അതിൻ്റെ അടുത്തേക്ക് 2 പോകുമ്പോൾ -2, +2 ഇങ്ങോട്ട് പോകുമ്പോൾ -2. അതേപോലെ കണ്ടോ, 2y എന്ന് പറയുന്ന ഇപ്പുറത്തേക്ക് വരുമ്പോൾ -2y. അപ്പോൾ നമുക്ക് അടുത്ത ഇക്വേഷൻ എഴുതാം. x-2y is equal to 2. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. 2 ഇക്വേഷൻസ്. ഇനി ശ്രദ്ധിച്ചോ, x-2y is equal to 2. അതുപോലെ x-3y is equal to എത്രയാണ്? -8. എത്രയാണ്? -8. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ, ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. നിങ്ങൾ നോക്ക്, എക്സിനെ നമുക്ക് ഒഴിവാക്കാൻ നേരെ കുറച്ചാൽ മതി. ആരൊക്കെ തമ്മിലാണ് കുറയ്ക്കുക? എക്സ് നിന്ന് എക്സ് പോകുമ്പോൾ 0. ബാക്കി എന്താ ഉള്ളത്? -2y മൈനസ് അതിൽ നിന്ന് ആരാ കുറയ്ക്കേണ്ടത്? -3y. ദാറ്റ് ഈസ് ഈക്വൽ ടു 2ൽ നിന്ന് ആരെ കുറയ്ക്കണം? -8നെ കുറയ്ക്കണം. ശരിയല്ലേ? മൈനസും കൂടെ പ്ലസ് ആകും. -2y പ്ലസ് 3y is equal to 2 - -8 2 + 8. 3y നിന്ന് 2y കുറച്ചാൽ y, 8 2 കൂടെ കൂട്ടിയാൽ 10. y 10 ആണ്. y 10 ആണെങ്കിൽ റഹീമിന്റെ പ്രായമല്ലടാ കാണണ്ടേ? അല്ലേ? റഹീമിന്റെ പ്രായമല്ലേ കാണണ്ടേ? സിമ്പിളാണ്. നമുക്കിതാ നമ്മുടെ കയ്യിലുള്ള രണ്ടാമത്തെ ഇക്വേഷൻ കൊടുക്കാം. x-2y is equal to 2. y 10 ആണ്. സോ x - 2 into 10 that is equal to 2.
അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 2 പ്ലസ് 2 ഇൻറ്റു 10 20 അല്ലേ, 2 പ്ലസ് 20 കൂട്ടിക്കഴിഞ്ഞാൽ 22. എക്സ് എന്ന് പറയുന്നത് 22, അതായത് റഹീമിന്റെ വയസ്സ്, റഹീമിന്റെ എപ്പോഴുള്ള വയസ്സ് 22 ഇയേഴ്സ് ആണ്. അതിൽ രാമുവിന്റെ എപ്പോഴുള്ള വയസ്സ് 10 വയസ്സാണ്. ഓക്കെ, 10 വയസ്സാണ് രാമുവിന്. സിമ്പിൾ സെറ്റ്. ഓക്കെ, സെറ്റാണല്ലോ. ഇനി 2 ഡിജിറ്റ് നമ്പേഴ്സ്. ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും 11 കൂട്ടിയാൽ, അക്കങ്ങൾ കൂട്ടിയാൽ 11 വരുന്ന നമ്പേഴ്സ് എഴുതാൻ പറഞ്ഞാൽ 6 + 5 കൂട്ടിയാൽ എന്താണ് 11. അതിലൊന്നും ഡൗട്ടേ ഇല്ല, സിമ്പിൾ. 6 65 അല്ലേ, അല്ലെങ്കിൽ 74, അതല്ലെങ്കിൽ വേറൊരു നമ്പർ വേണോ പറഞ്ഞുതരാം, 83 92 അല്ലേ, ഇതൊക്കെ, അല്ലെങ്കിൽ 38, ഇതൊക്കെ എന്താണ് അക്കങ്ങൾ കൂട്ടിയാൽ 11 വരുന്ന നമ്പേഴ്സാണ്. അപ്പോൾ നമ്മൾ എന്തെടുക്കുക, അക്കങ്ങൾ എക്സും വൈയും ആണെന്ന് എടുക്കുക. ലെറ്റ് ദ 2 ഡിജിറ്റ് നമ്പർ, രണ്ടക്ക സംഖ്യ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, രണ്ടക്ക സംഖ്യ എന്ന് പറയുമ്പോൾ അതെന്താണ് 10x + y. 10x + y, അതിലെ അക്കങ്ങൾ എക്സും വൈയും ആണ്. ഓക്കെ, 2 ഡിജിറ്റ് നമ്പർ. ഓക്കെ, ഇതിലെ അക്കങ്ങൾ എന്ന് പറയുന്നത് എക്സും വൈയുമാണ്. അക്കങ്ങൾ എക്സും വൈയും ആണെങ്കിൽ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ വളരെ സിമ്പിൾ ആയിട്ട് എഴുതാം. എക്സും വൈയും കൂടെ കൂട്ടിയാൽ എത്രയാണ് 11. ഇതാണ് ആദ്യം ചോദ്യത്തിൽ തന്നിട്ടുള്ള കാര്യം അല്ലെ, അക്കങ്ങൾ കൂട്ടിയാൽ 11 ആണ്. രണ്ടാമതൊരു കാര്യം കൂടെ തന്നിട്ടുണ്ട്, ഇതിലെ അക്കങ്ങൾ പരസ്പരം മാറ്റുമ്പോൾ ഒരു സംഖ്യ കിട്ടും. അക്കങ്ങൾ പരസ്പരം മാറ്റുമ്പോൾ കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് 10y + x ആണ്. 10x + y, 10ന്റെ സ്ഥാനത്തേക്ക് ആരെ മാറ്റി, ഇപ്പൊ ഇപ്പോൾ 34 എന്ന് പറയുന്ന നമ്പർ അതിനെ ഞാൻ എന്താക്കി തിരിച്ചിടുക, 43 ആക്കുക. അതായത് എക്സ് ഉള്ള സ്ഥാനത്ത് വൈ വരിക, അതാണ് 3 ഉള്ള സ്ഥാനത്തേക്ക് 4 വരിക. അപ്പോൾ 10y + x അതെന്താണ് ആദ്യത്തെ നമ്പറിനേക്കാൾ 10x + y-നേക്കാൾ 27 കൂടുതലാണ്. 27 മോർ ദാൻ ദ ഒറിജിനൽ നമ്പർ. ശരിക്കുള്ള നമ്പർ ഏതാ 10x + y ആണ്. അതിലെ അക്കങ്ങൾ പരസ്പരം മാറ്റി, അങ്ങനെ മാറ്റിയപ്പോൾ കിട്ടിയ നമ്പർ 27 കൂടുതലാണ്. അതായത് 10y + x-ൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ 10x + y കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും 27. ഓക്കെ, എടുത്ത് കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിന് രണ്ടിനും കൂടെ ഒരുമിച്ച് ഒരു ബ്രാക്കറ്റിനകത്ത് ഇട്ടിട്ട് മുന്നിൽ മൈനസ് ഇടുക. അപ്പോൾ നമ്മൾ നോക്കിക്കോ, 10y + x - 10x - y ദാറ്റ് ഈസ് ഈക്വൽ ടു 27. നിങ്ങൾ ആലോചിക്കുക, 10y-ൽ നിന്ന് y കുറച്ചാൽ എത്രയാടാ, 10y-ൽ നിന്ന് y കുറച്ചാൽ 9y. ശരിയല്ലേ? എക്സ് എന്ന് 10x കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. തിരിച്ചു കുറച്ചോ, 10x നിന്ന് x കുറച്ചാൽ എത്രയാ 9x അല്ലേ, 10x നിന്ന് x കുറച്ചാൽ 9x. സോ മുന്നിൽ മൈനസ് ഇട്ട് കൊടുക്കുക, ദാറ്റ് ഈസ് ഈക്വൽ ടു 27. 27 ഇത്രയും ചെയ്തതിൽ ഒരു പ്രശ്നമില്ലല്ലോ. ഇവിടെ എക്സ് വൈ, ഇവിടെയാണെങ്കിലോ 9y 9x. ഞാനിതിനെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യട്ടെ, ഇതിനൊക്കെ 9 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കട്ടെ. എല്ലാവരെയും ഞാൻ 9 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യട്ടെ. കുറയ്ക്കുമ്പോൾ 9y / 9y, 9x / 9, 9x-നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ x, ദാറ്റ് ഈസ് ഈക്വൽ ടു 27 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3. ഇതാണ് എൻ്റെ എത്രാമത്തെ ഇക്വേഷൻ ആണത്, ഇതെൻ്റെ ഇത്രാമത്തെ ഇക്വേഷനാ. y - x = 3 എന്ന് പറയുന്നതാണ് എൻ്റെ രണ്ടാമത്തെ ഇക്വേഷൻ. ഇതാണ് എൻ്റെ രണ്ടാമത്തെ ഇക്വേഷൻ. ഈ ഫസ്റ്റ് ഇക്വേഷനെ എനിക്കൊന്ന് തിരിച്ചെഴുതിയാൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? x + y എന്നുള്ളത് തിരിച്ച് ഞാൻ എന്ത് എഴുതുന്നു, y + x = 11. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷനെ ഞാൻ ഒന്ന് ഉൾട്ട തിരിച്ചെഴുതി. ഓക്കെ, യെസ്. അപ്പോൾ ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യുക. y + x 11, y - x 3. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ, ഇതാണ് എൻ്റെ സെക്കൻഡ് ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷൻസ് എൻ്റെ മക്കൾ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഫസ്റ്റ് ഇക്വേഷൻ പ്ലസ് സെക്കൻഡ് ഇക്വേഷൻ ചെയ്യുമ്പോൾ എക്സും കിട്ടും വൈയും കിട്ടും അല്ലേ. ഇവിടെ ഓപ്പോസിറ്റ് ചിഹ്നമുള്ളവർ ക്യാൻസൽ ആയി പോകും. വൈയും 2y, 11 3 14. y = 14ന്റെ പകുതി, ദാറ്റ് ഈസ് ഈക്വൽ ടു 7. അപ്പോൾ ഒരു നമ്പർ 7 ആണെങ്കിൽ രണ്ടും കൂടെ കൂട്ടിയാൽ 11 ആണ്. അപ്പോൾ എക്സ് എത്രയാ, x = 4. അപ്പോൾ നമ്പർ ആരാ, 47 ഈസ് ദ 2 ഡിജിറ്റ് നമ്പർ. 47 ഈസ് ദ 2 ഡിജിറ്റ് നമ്പർ.
രണ്ടക്ക സംഖ്യ ആരാണ്? 47 47 നമ്മളുടെ രണ്ടക്ക സംഖ്യ എന്ന് പറയുന്നത്. സെറ്റാണല്ലോ, സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, ഡൗട്ടൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. കിട്ടിയിട്ടില്ലേ പ്രശ്നമല്ല, ഇന്നത്തെ ലൈവിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ ആൻസർ കിട്ടുകയാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.